ഇനി അടുത്ത ഡിഡക്ഷൻസ് ഇതേപോലെ തന്നെ PGBP എന്ന് പറയുന്ന, അതായത് ബിസിനസ്സിലുള്ള ഇൻകത്തിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ മറ്റുള്ള ഡിഡക്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി സെക്ഷൻ നമ്പർ 30 പഠിച്ചിട്ടുണ്ടായി. റെൻറ്റ്, റേറ്റ്സ്, റിപ്പയർ ആൻഡ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് യൂസ് ഫോർ ബിസിനസ് പർപ്പസ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സെക്ഷൻ നമ്പർ 31 ആയിരുന്നു, റിപ്പയറും ഇൻഷുറൻസും. എന്തിൻ്റെ? പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ റിപ്പയർ ആൻഡ് ഇൻഷുറൻസ്. പ്ലാന്റ് ആൻഡ് മിഷനറി മാത്രമല്ല, ഫേർണിച്ചറിൻ്റെ. പിന്നെ നമ്മൾ സെക്ഷൻ 32 കവർ ചെയ്തു. ഡിപ്രിസിയേഷൻ ഒരുപാട് പറഞ്ഞു. നൗ സെക്ഷൻ നമ്പർ 32 AD, ഇതും ഡിഡക്ഷനാണ്, ബിസിനസ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന ഡിഡക്ഷൻ. അത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 32 AD പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസിനെ പറ്റിയാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്തിൻ്റെ മുകളിൽ? ഒരു പുതിയ പ്ലാന്റ് ആൻഡ് മിഷനറിൻ്റെ മുകളിൽ. നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ പഠിച്ചില്ലേ, അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സെക്ഷനാണിത്. അപ്പോൾ നമ്മൾ പുതിയൊരു പ്ലാന്റ് ആൻഡ് മിഷനറി വാങ്ങിക്കുകയാണ്, അതിനു വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് ബാക്ക്വേർഡ് ഏരിയയിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി അഡീഷണൽ ഡിപ്രിസിയേഷൻ പഠിച്ചു, അതൊക്കെ അവിടെ പഠിച്ച പോലെ തന്നെ. ഇനി നമ്മൾ ന്യൂ പ്ലാന്റ് ആൻഡ് മിഷനറി അക്യൂർ ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ഏരിയയിലാണെങ്കിൽ, ബാക്ക്വേർഡ് ഏരിയ ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലുങ്കാന, വെസ്റ്റ് ബംഗാൾ. ബീഹാർ അല്ല, യെസ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലുങ്കാന, വെസ്റ്റ് ബംഗാൾ. അങ്ങനെയുള്ള ബാക്ക്വേർഡ് ഏരിയയിലാണ് നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നെങ്കിൽ എല്ലാ SSCക്കും എന്ത് കിട്ടും? ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസിൻ്റെ ഡിഡക്ഷൻ കിട്ടും, ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ. പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഒരു SSC ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ആ SSCയുടെ ബിസിനസ് എവിടെയാണ്? ബാക്ക്വേർഡ് ഏരിയയിലാണ്, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്സിൽ. ഇയാൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്. ഈ ബിസിനസ്സാണ് ഈ SSC ചെയ്യുന്നതെങ്കിൽ, ഈ ബാക്ക്വേർഡ് ഏരിയയിലാണ് ചെയ്യുന്നതെങ്കിൽ, അയാൾ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ. ഇവിടെയും ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പ് പെടൂല, എയർക്രാഫ്റ്റ് പെടൂല, പിന്നെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന പെടൂല, റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന പെടൂല, ഓൾറെഡി യൂസ് ചെയ്തതാവാൻ പാടില്ല. ആ കണ്ടീഷൻസ് ഒക്കെ ഇവിടെയും വരും. ഓക്കെ, സോ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇവിടെ ഇൻസ്റ്റലേഷൻ ഡേറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ, ഇത് മുതൽ ഇതിനുള്ളിൽ, ഇതിന് രണ്ടിൻ്റെയും ഇടയിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻ കിട്ടുള്ളൂ. അഡീഷണൽ ഡിപ്രിസിയേഷൻ ഇതും തമ്മിൽ മിക്സ് ചെയ്യരുത്, അത് അവിടെ എന്താണോ പഠിച്ചത് അതൊക്കെ കിട്ടും. കൂടാണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടും ഇതും കൂടി. ഇഫ് ഇൻസ്റ്റലേഷൻ ഡേറ്റ് ആഫ്റ്റർ 31/3/2015 ആൻഡ് ബിഫോർ 1/4/2020, ഇതിനിടയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ ആ പർട്ടിക്കുലർ അസറ്റ്, നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ആ പർട്ടിക്കുലർ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മുടെ ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ നമുക്ക് കിട്ടും ഡിഡക്ഷൻ 15% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ 15% നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് ഡിപ്രിസിയേഷന് പുറമെയാണ്, അഡീഷണൽ ഡിപ്രിസിയേഷന് പുറമെയാണ് ഈ ഒരു സംഭവം കിട്ടുക. സോ അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് അക്യൂർഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ്, ഈ സെക്ഷൻ 32 ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ഇൻ ബാക്ക്വേർഡ് ഏരിയ ആണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്ത്? അക്യൂർ ഓർ ഇൻസ്റ്റലേഷൻ ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. ബാക്ക്വേർഡ് ഏരിയ SSC, ബിസിനസ്, പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്. ഇയാൾ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ബാക്ക്വേർഡ് ഏരിയ ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന, വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ, പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ, ഈ പറയുന്നതൊന്നും അല്ലെങ്കിൽ ഇയാൾ ആ പർട്ടിക്കുലർ പുതിയ വാങ്ങിച്ച പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ഈ ഡേറ്റ് ആൻഡ് ബിഫോർ ഈ ഡേറ്റ് ആണെങ്കിൽ ഇയാൾക്ക് എത്ര ഡിഡക്ഷൻ കിട്ടും? 15% ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ന്യൂ അസറ്റ് ഇൻ അഡീഷൻ ടു ദി നോർമൽ ഡിപ്രിസിയേഷൻ ആൻഡ് ദി അഡീഷണൽ ഡിപ്രിസിയേഷൻ. ഇനി ഇതിനൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഇങ്ങനെ വാങ്ങിച്ച പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ സെക്ഷനിൽ ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ഈ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് 5 വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല. 5 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റായിട്ട്, ഇൻകം ആയിട്ട് ആ വിറ്റ ഇയറിൽ സെയിൽ നടന്ന ഇയറിൽ
ബിസിനസ് ഇൻകം ആയിട്ട് ഈ പർട്ടിക്കുലർ ഡിഡക്റ്റ് ചെയ്ത ഈ എമൗണ്ട് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മളെവിടെ കാണിക്കും, PGBPയിലെ ഹെഡിൽ കാണിക്കും. ഇൻകം എന്ന് പറയുമ്പോൾ ടാക്സബിലിറ്റി വരും എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ മുന്നേ ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്, 5 വർഷത്തിന് മുന്നേ ഈ പർട്ടിക്കുലർ അസറ്റ് വിൽക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ദ ഇൻകം ഇൻ ദ ഇയർ ഓഫ് ദ സെയിൽ. ഓക്കെ, സോ ഇത്രയാണ് സെക്ഷൻ നമ്പർ 32. ഇൻവെസ്റ്റ്മെൻറ്റ് എലവൻസ് ഇൻ ബാക്ക്വേർഡ് ഏരിയ സെക്ഷൻ നമ്പർ 32 AD. അണ്ടർടേക്കിംഗ് അവിടെ സെറ്റപ്പ് ചെയ്തതായിരിക്കണം നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയൻ്റെ പേര് ഇവിടെ ഉണ്ട്. അവർക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്തിന്, ഇൻവെസ്റ്റ്മെൻറ്റ് എലവൻസ് ക്ലെയിം ചെയ്യാൻ. ഇൻവെസ്റ്റ്മെൻറ്റ് എലവൻസ് എത്ര വരെ കിട്ടും, 15% ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ന്യൂ അസറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ അണ്ടർടേക്കിംഗ് മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്, ഈ ഡേറ്റ് നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. സച്ച് അണ്ടർടേക്കിംഗ് ഷുഡ് ബി ഇൻ ദ നോട്ടിഫൈഡ് ഏരിയ ഓഫ് ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന ആൻഡ് വെസ്റ്റ് ബംഗാൾ. SSC ഇത് അക്യൂർ ഇൻസ്റ്റാൾ ചെയ്തത് പുതിയ അസറ്റ് ആയിരിക്കണം. SSC ഇത് ഇൻസ്റ്റാൾ ചെയ്തത് ഡേറ്റ് ഇതിന് ശേഷവും ഇതിനുള്ളിലും ആയിരിക്കണം. ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് 5 year. ഇതിന് മുന്നേ സോൾഡ് ചെയ്താൽ, ഇഫ് സോൾഡ് ദി എലവൻസ് എന്തായിട്ട് മാറും, ഇൻകം ആയിട്ട് മാറും. ഏത് ഇയറിൽ, സെയിൽ നടന്ന ഇയറിൽ. സോ ദിസ് ഈസ് സെക്ഷൻ നമ്പർ 32 AD. നെക്സ്റ്റ് സെക്ഷൻ 32 AD ടീ, കോഫി ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒരു SSCയുടെ ജോലി എൻഗേജ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഗ്രോയിങ് ഓഫ് ടീ, കോഫി, റബ്ബർ. ഇത് മൂന്നും മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് മൂന്നും വളർത്തുന്ന, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ SSCക്കെങ്കിൽ ഈ ഈ പർട്ടിക്കുലർ SSC എന്തെങ്കിലും ഒരു എമൗണ്ട് ഒരു സ്പെഷ്യൽ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുകയാണ്. ഈ സ്പെഷ്യൽ അക്കൗണ്ട് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നബാർഡ്. ഈ പർട്ടിക്കുലർ ഇതിന് ആരുടെ അപ്രൂവൽ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ട്. ഓക്കെ, അഗെയിൻ റിപ്പീറ്റിംഗ്, SSC ഡിപ്പോസിറ്റ് എനി സം എവിടെ, ഒരു സ്പെഷ്യൽ അക്കൗണ്ടിൽ. വിത്ത് ഹൂം, വിത്ത് നബാർഡ് ഇൻ എ സ്കീം അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ഈ സം ഉണ്ടല്ലോ, ഈ ഡിപ്പോസിറ്റ് ചെയ്ത സമ്മ് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇയാൾ 10,000 രൂപയാണ് ഇതിൽ നിക്ഷേപിച്ചതെങ്കിൽ ഈ 10,000 രൂപ എന്ത് കിട്ടും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത സാധനം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളെല്ലാവരും ഈ SSC ഇതിൽ നിന്ന് എന്ത് ചെയ്യും, പൈസ വിഡ്രോ ചെയ്യുമല്ലോ. ഈ പൈസ വിഡ്രോ ചെയ്താൽ യൂസ് ചെയ്യാനുള്ള പർപ്പസ് നമ്മൾ റൂൾസിൽ പറയും. ഇന്ന പർപ്പസിനെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് യൂസ് ചെയ്യാവുന്ന കുറേ റൂൾസ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതില്ല. ഈ റൂൾസിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾക്ക് ഡിഡക്ഷനൊക്കെ കിട്ടി, നമ്മൾ ഓൾറെഡി അങ്ങോട്ട് പോകും. ബട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പർപ്പസിനല്ല നമ്മൾ ഈ പൈസ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വിഡ്രോ ചെയ്ത വർഷത്തെ ഇൻകം ആയിട്ട് എന്ത് ട്രീറ്റ് ചെയ്യും, ആ പർട്ടിക്കുലർ ഇതുവരെ നമ്മൾ ഡിഡക്റ്റ് ക്ലെയിം ചെയ്ത ആ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് എന്തായിട്ടും വിൽ ബി ടാക്സബിൾ ആസ് ബിസിനസ് പ്രോഫിറ്റ് ഇൻ ദ ഇയർ ഓഫ് വിഡ്രോവൽ. എന്തിനാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പർപ്പസിനല്ല വിഡ്രോ ചെയ്തതെങ്കിൽ. ഇത് അപ്ലിക്കബിൾ അല്ല ഡെത്ത് ഓഫ് ദി SSC, പാർട്ടീഷൻ ഓഫ് HUF, ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്നൊക്കെ കാണാം. നിങ്ങൾക്കിത് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോകുന്നത്. അടുത്തത് നമുക്ക് ഈ ഓൾറെഡി ഇതിൽ നിന്ന് എപ്പോഴെങ്കിലും ഡിഡക്ഷൻ കിട്ടിയാൽ പിന്നെ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പോസിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തുനിന്നും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ടീ, കോഫി ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് ഏതൊരു SSC ആയിക്കോട്ടെ, അയാളുടെ പണി ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടീ, കോഫി ആൻഡ് റബ്ബർ ആണെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട് വിത്ത് നബാർഡ് ഇൻ എ സ്കീം അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹി ക്യാൻ ക്ലെയിം ഡിഡക്ഷൻ. ഹി വിൽ ഗെറ്റ് ഡിഡക്ഷൻ ഫോർ എനി സം ഓഫ് മണി ഡിപ്പോസിറ്റ് ഇൻ ദ സ്പെഷ്യൽ അക്കൗണ്ട് വിത്ത് നബാർഡ് ഇൻ എ സ്കീം അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, റൂൾസ് ഉണ്ട്. ആ പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഇനി ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന പർപ്പസിനല്ലെങ്കിൽ ആ എമൗണ്ട് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ടാക്സബിലിറ്റി വരും. സോ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 33AB SSC എൻഗേജ്ഡ് ഇൻ ഇവിടെ വായിക്കുന്നില്ല, അത് തന്നെ ഇവിടെ എഴുതിയത്. ഇവിടെ ഈ ഒരു സെക്ഷൻ ഈ ഒരു പർപ്പസ് അപ്ലിക്കബിൾ അല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. പിന്നെ മുന്നേ ആ ഒരു സംഭവം ഇവിടെ കാണാം. ദാറ്റ് ഈസ് സെക്ഷൻ 33AD. ഇനി നമ്മുടെ സെക്ഷൻ 33ABA.
സെക്ഷൻ 33AB. എൻ്റെ മക്കളെ ഇത് മുതൽ ഇതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇതിൽ പിന്നെ ഈ ഒരു ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഇത് ഇന്ന ഇയറിൽ ഇന്നതിന് മുന്നേ നമ്മൾ വാങ്ങിക്കണം, ഡിപ്പോസിറ്റ് ചെയ്യണം, ഓഡിറ്റിനെ പറ്റിയിട്ടൊക്കെ ഈ സെക്ഷൻസിൽ പറയുന്നുണ്ട്. ഒന്നും നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലില്ല, അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ വരാത്തത്. ഓക്കെ, ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് ക്ലോസസ് ഉണ്ട്. സോ അതൊന്നും പറയാത്തത് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ്. ഇതും ഏതാണ്ട് ഇങ്ങൾക്ക് ഒരു 1.5 പേജ് പഠിക്കാനുള്ള സാധനമാണ്. ഇവിടെ 3 സെൻറ്റൻസിൽ ചുരുക്കിയത്. സോ നമുക്ക് 3 സെൻറ്റൻസ് മാത്രം പഠിക്കാം. അവിടെ ശ്രദ്ധിച്ചോ, സെക്ഷൻ 33ABA നോക്കാം. ഒരു SSC എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് പ്രോസ്പെക്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസസ്. സോ പെട്രോളിയം ബിസിനസ്, നാച്ചുറൽ ഗ്യാസിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു SSC എന്തെങ്കിലും ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് SBIയുടെ ഒരു സ്പെഷ്യൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ സൈറ്റ് റെസ്റ്റോറേഷൻ അക്കൗണ്ടിൽ. ഈ 2 അക്കൗണ്ടിൽ ഈ പർട്ടിക്കുലർ SSC ഇങ്ങനെയുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഈ SSC എന്തെങ്കിലും എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീ ക്യാൻ ക്ലെയിം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻ ഈ 2ൽ ലോവർ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഒന്ന് എമൗണ്ട്സ് ഓർ ഡിപ്പോസിറ്റഡ്, ഇങ്ങനെ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ 20% ഓഫ് പ്രോഫിറ്റ് ഫ്രം സച്ച് ബിസിനസ്, ഇങ്ങനെ പെട്രോളിയം ബിസിനസ് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 20%, വിച്ച് എവർ ഇസ് ലോവർ നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ സെക്ഷൻ നമ്പർ 33ABA. SSC engage in the business of prospecting and extraction of petroleum or natural gases, deposit any sum of money with SBI special account or site restoration account, he can claim deduction. Deduction is least of the following. ഇതിൽ ഏറ്റവും ലീസ്റ്റ് കിട്ടും. ഒന്ന് എമൗണ്ട്സ് ഓഫ് ഡിപ്പോസിറ്റഡ്, അല്ലെങ്കിൽ 20% ഓഫ് പ്രോഫിറ്റ് ഫ്രം സച്ച് ബിസിനസ്. ഇതാണ് നിങ്ങളുടെ സെക്ഷൻ 33ABA.